ഇന്ത്യയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയായിട്ട് ഇവർ പഴയ സഹകരണത്തിനൊന്നും തയ്യാറല്ല. ഇതൊക്കെ ചുമ്മാ പറയുന്ന ആ ഫ്രണ്ട് ഇതിൽ ട്രംപ് പറഞ്ഞ ഫോണിൽ അമേരിക്കൻ 250 years ഓഫ് അവരുടെ വന്നതിൻ്റെ സെലിബ്രേഷൻ, അതായത് മണ്ഡപം അവിടെ വെച്ച് നടത്തി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൽ പങ്കെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഫോൺ ചെയ്യുന്നു, അത് മൈക്കിലിടുന്നു. ഇന്ത്യക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൗണ്ട് ഓൺ മീ, എന്നെ കൗണ്ട് ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ചുമ്മാ പറയുന്നത്, ഒരു ഹെൽപ്പും ചെയ്യത്തില്ല. അതായത് ഡെലിബറേറ്റ് ആണ് ഈ സംഭവം. അതായത് കോഡിനെ അമേരിക്ക നശിപ്പിച്ചു. ഇന്ത്യക്ക് ഇപ്പോൾ കോഡുമില്ല, ബ്രിക്സുമില്ല, ഒരു കോപ്പുമില്ല. ഒരു സ്ഥിതി ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ ബ്രിക്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയുന്ന ചൈനീസ് കറൻസി അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഡോളറിനെ റീപ്ലേസ് ചെയ്യണോ? റൂബിൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഡോളറിനെ റീപ്ലേസ് ചെയ്യണോ? പിന്നെ ഇന്ത്യൻ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്ത ട്രബിളിലോട്ട് കൊണ്ടുപോയി. അതായത് മെച്ചമായ രീതിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഉദ്ദേശിച്ച ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം ഇന്ത്യയിലെ ക്രിസ്ത്യൻ അറ്റാക്കാണ്. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പല റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡേഴ്സും അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇവർക്ക് ഇങ്ങനെ ഇവിടുന്ന് വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായി മാറി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഈ കാണുന്നത് മുഴുവനും. അതാണ് അവർ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇതെവിടെ പോയി നിൽക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അതിന് ഏതൊക്കെ രീതിയിൽ ഇന്ത്യ ഗ്ലോബലായിട്ട് ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ അമേരിക്ക എല്ലാവർക്കും മുമ്പിൽ നിൽക്കുന്നത്, പക്ഷെ അവർക്കറിയാതെ എങ്ങനെ ഇത് പ്ലേസ് ചെയ്യണമെന്ന്. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മാർക്ക് റൂബിയോയുടെ വിസിറ്റ് എന്ന് പറയുന്നത് കൃത്യമാണ്. അതായത് ക്രിസ്ത്യൻസിനെ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. അവരൊറ്റയ്ക്കല്ല, അവരെ സപ്പോർട്ട് ചെയ്യും. മറ്റൊരു സംഭവം, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സഹായം ചെയ്യും. നിങ്ങൾ FCRA ആണെങ്കിൽ അതാണെങ്കിൽ ഇതിലൊക്കെ ഇവരിനെ കയറി ക്ലിപ്പ് ഇടും. അവർക്കത് പ്രഷറൈസ് ചെയ്ത് നേടിയെടുക്കാൻ അറിയാം. അതാ കാരണം അവൻ്റെ പവറുണ്ട്, പണമുണ്ട്. ഇന്ത്യക്കാണെങ്കിൽ ഇത് രണ്ടുമില്ല. ഇതിന് എക്കോണമി വാസ് ഓൾസോ വീക്ക്. ഈ രീതിയിലോട്ടാണ് ഈ കാര്യങ്ങളുടെ പോക്ക്. അതായത് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് എത്രമാത്രം മോശമായ പേരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ഇനി മറ്റുള്ള കാര്യം. കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്.